മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 350 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനിന് 150 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എത്ര സമയം വേണം? ഓപ്ഷൻ എ 30 സെക്കൻഡ്, ബി 35 സെക്കൻഡ്, സി 25 സെക്കൻഡ്, ഡി 40 സെക്കൻഡ്. അപ്പോൾ ഇവിടെ നമുക്ക് സമയമല്ലേ കണ്ടുപിടിക്കേണ്ടത്? സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം സമയം കണ്ടുപിടിക്കേണ്ട ഫോർമുല സമയം ഈസ് ഈക്വൽ ടു ദൂരം ഡിവൈഡഡ് ബൈ വേഗതയാണ്. നമുക്കറിയാം ദൂരം ഡിവൈഡഡ് ബൈ വേഗത. അപ്പോൾ നമുക്കിവിടെ ആദ്യം ദൂരം വേണം. ദൂരം ഈക്വൽ ടു ഇവിടെ പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. ഒന്നെങ്കിൽ ദൂരം ഈ ട്രെയിനിൻ്റെ നീളമായ 350 എടുത്ത് വയ്ക്കും, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ നീളമായ 150 എടുത്ത് വയ്ക്കും. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ദൂരം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ട്രെയിനിൻ്റെ നീളമായ 350 പ്ലസ് പ്ലാറ്റ്ഫോമിൻ്റെ നീളം, ട്രെയിനിൻ്റെ നീളവും പ്ലാറ്റ്ഫോമിൻ്റെ നീളവും തമ്മിൽ കൂട്ടിയിട്ട് വേണം നമ്മൾ ദൂരം എഴുതാൻ. അപ്പോൾ 350 പ്ലസ് 150 ഈക്വൽ ടു 500 മീറ്ററാണ് ദൂരം എന്ന് പറയുന്നത്. ഇവിടെ ഇനി നമുക്ക് വേഗത വേണ്ടേ? വേഗത ഈക്വൽ ടു നമുക്കിവിടെ 72 കിലോമീറ്റർ പെർ അവർ. മണിക്കൂറിൽ 72 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 72 കിലോമീറ്റർ പെർ അവർ. 72 കിലോമീറ്റർ പെർ അവർ എന്ന് തന്നിട്ടുണ്ട്. നമ്മളിവിടെ നോക്കുമ്പോൾ ദൂരം മീറ്ററിലും വേഗത കിലോമീറ്റർ പെർ അവറിലുമാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വേഗതയെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. കിലോമീറ്റർ പെർ അവറിലുള്ള ഒരു വേഗതയെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതിയെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 72 ഗുണം 5/18. 18 72 വെട്ടാലോ? 4 18 72. ബാക്കി 4 ഗുണം 5 20 എന്നുണ്ട്. 20 മീറ്റർ പെർ സെക്കൻഡ് എന്നായി നമുക്ക് വേഗതയും കിട്ടി. നമുക്കിനി ഫോർമുലയിൽ കൊടുത്താൽ പോരെ. ഫോർമുല ദൂരം ബൈ വേഗതയല്ലേ. ദൂരം ഇവിടെ 500 മീറ്റർ. അപ്പോൾ 500 ഡിവൈഡഡ് ബൈ 20. 500 ഡിവൈഡഡ് ബൈ 20. ഈ ഒരു 0 വെട്ടാലോ? ബാക്കി ഈ 2 50 വെട്ടാലോ? 25 സെക്കൻഡാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം.